എമ്പുരാൻ ഫസ്റ്റ് ഷോ മിസ്സായി. രണ്ടാമത്തെ ഷോയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത്. 9:30 ഷോ. അത് കഴിഞ്ഞ് ഇതേ വീട്ടിലെത്തി. ഇപ്പം പറയാൻ പോകുന്ന അഭിപ്രായം തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. ഇനി അത് കണ്ടിട്ട് ആരും കിടന്ന് കുരു പൊട്ടിക്കാനോ എന്നെ തെറി വിളിക്കാനോ വരണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം. സിനിമയിലോട്ട് കിടക്കുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, എനിക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ കിട്ടിയൊരു ഫയർ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു സംതൃപ്തി. ആ സാധനം എനിക്ക് എമ്പുരാനിൽ കിട്ടിയില്ല. അതായത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഇതുണ്ടല്ലോ, ആ സാധനം എനിക്ക് എമ്പുരാനിൽ സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്, നിങ്ങൾ സിനിമ കൊണ്ട് വിലയിരുത്തി. ഓക്കെ, അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. സിനിമയുടെ മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊക്കെ വേറെ ലെവലാണ്. അതൊക്കെ എടുത്തു പറയാമല്ലോ. മേക്കിംഗ് ഒന്നും മുട്ടണ്ട. അതും നമ്മുടെ മലയാള സിനിമ തന്നെ ആണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ പല സീനുകളും പൃഥ്വിരാജ് എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ഇവിടേക്ക് ഒരു എന്താ പറയുക, എനിക്ക് കഥയിലൊരു ഫ്രഷ്നെസ് ഇല്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയൊക്കെ, ഏകദേശം ഈ സിനിമയുടെ പോക്ക് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ എനിക്കൊരു ഫയറായിട്ട് എനിക്കൊരു വാവ് ഫാക്ട് തോന്നിയൊരു മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഹാഫിലെ ലാലേട്ടൻ്റെ ഫോറസ്റ്റ് ഫൈറ്റ്. അതൊരൊന്നൊന്നര സാധനമായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം. അതിൽ ലാലേട്ടൻ്റെ ആ ഫൈറ്റ് വന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ ഒരു ഫൈറ്റ് വരണത്. അതാണ് ഈ സിനിമയിൽ, ഈ 3 മണിക്കൂർ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അതായിരുന്നു. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് പഴയകാലം, നമ്മുടെ സയ്യിദ് മസൂദിൻ്റെ പഴയകാലം കാണിക്കണം. അതൊക്കെ ശരിക്കും ഇമോഷണലി കണക്റ്റ് ആവും. ആ ഒരു 15-20 മിനിറ്റ് ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ ലെവലായിരിക്കും ഈ പടം എന്ന് ഞാൻ ഉറപ്പിച്ചു തരാം. കാരണം ആ ഒരു 15 മിനിറ്റോളം സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായി. അതിനുശേഷമാണ് നമ്മുടെ മുരളി ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെ ഒക്കെ പേര് എഴുതി കാണിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് ലൂസിഫറിനെ കാലിലേക്കും ഈ പടം ഇത് വേറെ ലെവലിലോട്ട് പോകുന്നതിനെ വിചാരിച്ചു. പക്ഷെ പടം ഇങ്ങനെ പോയി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വരണത്. ഖുറേഷി അബ്രഹാം ആള് വരണത് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ്. ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ വൻ തീയായിരുന്നു കേട്ടോ. ലാലേട്ടൻ്റെ ഇൻട്രോ സീനൊക്കെ ഒന്നും പറയാനില്ല, വേറെ ലെവലായിരുന്നു ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ ഈ പടത്തിൽ. അതൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ സ്റ്റീഫനും എത്തും. ഖുറേഷി വന്നതിന് ശേഷം തന്നെ നമ്മുടെ സ്റ്റീഫ് അച്ചായൻ്റെ എൻട്രി ഉണ്ട്. സ്റ്റീഫ് അച്ചായൻ്റെ എൻട്രിയും ഒന്നൊന്നര എൻട്രി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പടം എവിടേക്കോ ഒരു ഡൗൺ ആവുന്നൊരു ഫീൽ എനിക്ക് പേഴ്സണലി കിട്ടി തുടങ്ങി. പിന്നെ ഇതിൽ എനിക്ക് കല്ലുകടായിട്ട് തോന്നിയൊരു സീൻ ഉണ്ട് ഈ പടത്തിൽ. അതായത് ഗോവർദ്ധൻ, നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ, ഇന്ദ്രജിത്തും നമ്മുടെ ലാലേട്ടനായിട്ട് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് സ്റ്റീഫനോടല്ല സംസാരിക്കണം, ഖുറേഷി അബ്രഹാമിനോട് ഗോവർദ്ധൻ സംസാരിക്കണം. പക്ഷെ ആ ഒരു സീനിൽ ഇത് ഖുറേഷി അബ്രഹാമാണ് ഈ നിൽക്കണത്. ഇത്ര വലിയ മനുഷ്യനാണ് ഇവിടെ നിൽക്കണം. ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു സാധനം, എനിക്ക് ലാലേട്ടൻ്റെ മുഖത്ത് എനിക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ലൂസിഫറിലൊക്കെ ഉള്ളൊരു സ്വാഗ് ഉണ്ടല്ലോ ലാസ്റ്റ് ആ ടൈലിൽ, ആ സാധനം ഇൻട്രോയിൽ കിട്ടിയെങ്കിലും ആ ഇന്ദ്രജിത്തിനോട് സംസാരിക്കുന്ന സീനൊക്കെ എനിക്ക് സത്യം പറയാം നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപനും അല്ലെങ്കിൽ അവരൊക്കെ ഇടപെടണം ആ ഒരു ക്യാരക്ടർ പറഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി ആ സീനിൽ ഒരു കല്ലിടയായിട്ട് തോന്നിയത്. അത് എനിക്ക് പേഴ്സണലിക്ക് തോന്നി, എനിക്ക് മാത്രം തോന്നിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളതിൽ കണ്ടു നോക്ക്. എനിക്ക് ആ ഒരു സീനിൽ അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെ പടം പോയി ഇത് എന്താ പറയുക, ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴായാലും ഈ സെക്കൻഡ് ഹാഫിലാണ് ഈ ഫോറസ്റ്റ് ഫൈറ്റ്, ലാലേട്ടൻ്റെ ആ കാട്ടിൽ വെച്ചുള്ള ഫൈറ്റ്. അത് സെക്കൻഡ് ഹാഫിലായിരുന്നു. അത് ശരിക്കും ഒരു ഉണർവിനായിരുന്നു. അതൊരു ഗംഭീര ഫൈറ്റായിരുന്നു. അത് കഴിഞ്ഞ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്കും എനിക്കൊരു എന്താ പറയുക, ലൂസിഫറിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോ. ആ ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ റഫ്താര പാട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 മിനിറ്റോളം ആ പാട്ട് സിനിമയിലുണ്ട് ലൂസിഫറിൽ. കാരണം ഈ പാട്ടിൻ്റെ ഇടയിൽ കുറേ സീനുകൾ, ഇടയ്ക്കിടയ്ക്ക് റഫ്താര് വരിക, അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൻ്റണി പെരുമാറുണ്ടോ അതൊക്കെ ഉണ്ടാക്കി. സംഗതി കുറച്ച് പേര് നെഗറ്റീവാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പേഴ്സണലി അതൊക്കെ
തിയേറ്ററിലേക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു ആ സാധനമൊക്കെ. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ്. ലൂസിഫറിന്റെ ക്ലൈമാക്സ് പീക്ക് ലെവലായിരുന്നു. ആ പാട്ടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴല്ല, അതിൻ്റെ കൂടെ ആ ടൈലിൻ്റെ കൂടി കണ്ടപ്പോൾ ആഹാ, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ എനിക്ക് എമ്പുരാൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ശരിക്കും മിസ്സായ പോലെയാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ എനിക്ക് സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊരു ആവറേജ് ആയിരുന്നു എമ്പുരാൻ. പിന്നെ മഞ്ജു വാര്യർ നന്നായിട്ടുണ്ട്, പ്രിയദർശിനി രാംദാസ്. മഞ്ജു അടിപൊളിയുണ്ട്. ലൂസിഫറിനെക്കാട്ടൊക്കെ കിടിലൻ റോള് ഈ സിനിമയിലായിരുന്നു. മഞ്ജുവിന് അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ള സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ജിതിൻ രാംദാസ്, ടോവിനോ നെഗറ്റീവ് റോളാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ട്രailer കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യം തൊട്ട്. അതിപ്പോൾ വലിയ സ്പോയിലറൊന്നുമല്ല, സിനിമ തുടങ്ങുമുട്ടാൻ തന്നെയാണ്. പുള്ളി ഇതിൽ നെഗറ്റീവ് ഷെയ്ഡാണ്. നെഗറ്റീവ് റോളായിട്ട് പോലും നമുക്കതൊരു പുള്ളി നെഗറ്റീവ് എന്ത് കാണിക്കുമ്പോഴും പുള്ളി അത്യാവശ്യം നല്ല പഞ്ച് ഡയലോഗ് അടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ലേ. നെഗറ്റീവ് റോളാണ് അല്ലെങ്കിൽ വില്ലൻ ഷെയ്ഡ്, അത് വില്ലനാണ്, അങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടണേ ഇല്ല. ആ ക്യാരക്ടറിനെ അത് കണക്റ്റ് ആക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് ആയിരുന്നു സിനിമ, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പേഴ്സണലി എമ്പുരാൻ. എനിക്ക് ലൂസിഫറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവൽ സിനിമ പ്രതീക്ഷിച്ചെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഇത് കിട്ടിയില്ല പടത്തിൽ.